ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മളിന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ പറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ജോലിയുടെ സ്വഭാവം, എവിടെയാണ് ജോലി വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ. നമ്മളിതൊരു സ്റ്റുഡിയോയുടെ ആംബിയൻസ് എന്ന് പറയാതെ വേറൊരു ആംബിയൻസ് പിടിച്ച് ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി പോകണം. എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന പോസ്റ്റ് പറഞ്ഞു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലേ. ഒരുപാട് പേര് സ്വപ്നതുല്യമായിട്ട് കാണുന്നൊരു ജോലി. ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് വരുന്നത്? റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ്. നിങ്ങൾക്കറിയാലോ റവന്യൂ വകുപ്പ് എത്ര പവർഫുൾ ആയിട്ടൊരു വകുപ്പാണെന്നുള്ളത് അല്ലേ. നമുക്ക് വില്ലേജ് ഓഫീസറൊക്കെ ഒരു ഹെഡ് ക്ലാർക്കാണ് വില്ലേജ് ഓഫീസറായി മാറുന്നത്. അത്രയും പവർ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് എന്തെന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ കയറാൻ വേണ്ടി പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് പോസ്റ്റിലേക്കാണെന്ന് ഞാൻ പറയും. കാരണമുണ്ട്, നേരെ കേട്ടോ. ഈ ഒരു ജോലിയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഫീൽഡ് വർക്കാണ്. ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? വില്ലേജ് ഓഫീസർ എന്ന് പറയുന്ന പുള്ളിക്കാരന് എല്ലായിടത്തും എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവിടേക്ക് ആര് പോകുന്നു? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോകുന്നു. പലപ്പോഴും എന്താണ്, ഒരു വില്ലേജ് ഓഫീസറിന് കിട്ടുന്ന അതേ റെസ്പെക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. കാരണം ഇദ്ദേഹം പ്രതിനിധീകരിച്ച് വരുന്ന ആരെയാണ്? ഒരു വില്ലേജ് ഓഫീസറിനെയാണ്. മിക്കവാറും ഫീൽഡ് വർക്കായിരിക്കും ഇദ്ദേഹത്തിന് വരിക. കാരണം ആർക്ക് വേണ്ടിയാണ് പോകുന്നത്? വില്ലേജ് ഓഫീസറിന് വേണ്ടിയാണ് അദ്ദേഹം എവിടെ പോകുന്നത്? ഫീൽഡിലേക്ക് പോകുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡിലേക്ക് ഇറങ്ങുക, പിന്നെ ചില സ്ഥലങ്ങളിൽ പോയിട്ട് അതിർത്തി നിർണ്ണയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതായത് അദ്ദേഹം നിശ്ചയിക്കുന്ന ഒരു അതിർത്തിയുണ്ട്, ആ അതിർത്തി കൃത്യമായിട്ട് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി വരുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ സഹായിക്കുക. എന്തൊക്കെയാണോ അദ്ദേഹം ചെയ്യുന്ന ജോലി, അദ്ദേഹത്തിന് അറിയാലോ ഒരുപാട് ജോലിയുള്ള ആളാണ് വില്ലേജ് ഓഫീസർ എന്ന് പറയുമ്പോഴത്തേക്ക്. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാൻ വില്ലേജ് ഓഫീസർ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം വില്ലേജ് ഓഫീസറിന്റെ പവർ എന്താണെന്നുള്ളത്. അപ്പോൾ ആ ജോലികളെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ നല്ലൊരു ശതമാന രീതിയിൽ അത് ചെയ്യുന്ന ആരാണ്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാരാണ്. അല്ലെങ്കിൽ ആ ഒരു തസ്തികയ്ക്ക് അത്ര തന്നെ പവറുണ്ട്. കാരണം അദ്ദേഹം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ആർക്ക് വേണ്ടി? വില്ലേജ് ഓഫീസറിന് വേണ്ടി. പിന്നെ നമുക്കറിയാം ഒരുപാട് പ്രളയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പ്രളയമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഡിസാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ ഫീൽഡിൽ പോകാനും അവിടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ എന്ത് ചെയ്യുന്നുണ്ട്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അതായത് നിങ്ങൾ എന്താണ്, പബ്ലിക്കലി ഇറങ്ങിച്ചെല്ലുകയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പബ്ലിക്കലി ഇറങ്ങിച്ചെല്ലുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ ആരാണ്? അത് പോലീസ് ഉദ്യോഗസ്ഥരാണ് അല്ലേ. പക്ഷെ അത് കഴിഞ്ഞ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നുള്ളത് എത്ര പേർക്ക് അറിയാൻ പറ്റും? റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വില്ലേജ് ഓഫീസറിന്റെ കൂടെ പോകുന്ന ആളാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് തന്നെ ഉണ്ട്? അത്ര തന്നെ പവർ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കേരള ഗവേണൻസിൽ പഠിക്കുന്ന ഒരു കാര്യമാണല്ലേ, ഉദ്യോഗസ്ഥ വൃന്ദം വഴിയാണ് കേരള സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇത് അന്വർത്ഥമാക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പദ്ധതികൾ പലതും വില്ലേജ് തലത്തിൽ നടപ്പിലാക്കുന്നത്, വില്ലേജ് ഓഫീസറിന്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിലേക്ക് നടപ്പിലാക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വഴിയാണെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നമ്മൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പോലുള്ള എൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലേ, അവിടെയെല്ലാം ഒരു പിവറ്റൽ റോള് ആർക്കുണ്ട്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാർക്കുണ്ട്. പലപ്പോഴും ഇൻസ്പെക്ഷന് പോലും ഇവർ പോവാറുണ്ട്. അതായത് ഇൻസ്പെക്ഷന് പോവുക, ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് ഓക്കെ ഈ പറഞ്ഞ വിവരങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തിരിമറി ഉണ്ടെങ്കിൽ അത് വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ജോലികൾ എവിടെ വരുന്നുണ്ട്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാർക്ക് വരുന്നുണ്ട്. അതായത് ഒരു 10 to 5 ജോലി അത് മറ്റൊരു വശമാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് ജോലി എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോലി. അതും എവിടെ വരുന്നു? റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊമോഷൻ സാധ്യതകളെ പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ LD ക്ലർക്കായിട്ട് നല്ല പ്രായത്തിൽ കയറുന്ന ഒരാൾ കുറഞ്ഞത് പോകുന്ന തസ്തിക എന്ന് പറയുമ്പോൾ തഹസിൽദാരാണ്. പിന്നെയും സർവീസ് ഉണ്ടെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ വരെ പോവാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്താണ്? അത്ര തന്നെ നല്ല പ്രൊമോഷൻ സാധ്യതകൾ ഉള്ളൊരു ജോലിയാണെന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഹൈറാർക്കി മാറും തോറും പ്രൊമോഷൻ സാധ്യതകളും അതനുസരിച്ച് സാലറി സ്കെയിലിൽ വ്യത്യാസവും വരുന്നൊരു ജോലിയാണ് എന്ന് പറയുമ്പം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ജോലി എന്ന് പറയുമ്പോഴത്തേക്ക്. അതായത് മൾട്ടിപ്പിൾ ടാസ്കിങ്. നിങ്ങൾക്കറിയാം ഒരു LD ക്ലർക്കിന്റെ ജോലി എന്തൊക്കെയാണ്? അയാൾ ഒരു സ്ഥലത്തിരിക്കുന്നു, അയാൾക്ക് കുറെ ഫയലുകൾ വരുന്നു, ആ ഫയലുകൾ അയാൾ നോക്കുന്നു, ഒപ്പിടുന്നു. ഓക്കെ, ഇതിലെ നമുക്കറിയാം ഡെയിലി അദ്ദേഹം ചെയ്യുന്ന ജോലി എന്താണ്? ഒരു ജോലി തന്നെയാണ്. പക്ഷേ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ സംബന്ധിച്ചിടത്തോളം പല ജോലികളാണ് വരുന്നത്.
ഒരു വില്ലേജ് ഓഫീസറിന് എന്തൊക്കെ ജോലികളാണ് വരുന്നത്? നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോകുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അവിടെ നിങ്ങൾ എന്തൊക്കെ കാണുന്നു, അവിടെ നിങ്ങൾ ആരെയൊക്കെ കാണുന്നു, അവരെന്തൊക്കെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു വില്ലേജ് ഓഫീസറിനെ പറ്റി നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ഏർപ്പെട്ടിരിക്കുക അല്ലേ? അദ്ദേഹം സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നു, പിന്നെ മറ്റു പല കാര്യങ്ങൾക്ക് പോകുന്നു. തഹസിൽദാർ എന്തൊക്കെ പറയുന്നു അതെല്ലാം അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, താലൂക്കിന്റെ ഓഫീസറാണ് തഹസിൽദാർ എന്ന് പറയുമ്പോൾ അല്ലേ? ഇവിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർക്ക് മാത്രമാണുള്ളതെന്നല്ല പറഞ്ഞു വരുന്നത്, തഹസിൽദാർക്ക് വേണ്ടിയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ജോലി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു താലൂക്കിലൊക്കെ നിയമിക്കപ്പെടുന്ന ഒരാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സുപ്പീരിയർ ഓഫീസർ ആയിരിക്കും? തഹസിൽദാരായിരിക്കും അല്ലേ? ഈ തഹസിൽദാർ അദ്ദേഹത്തിനൊരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ പവർ തന്നെ ഉണ്ട് അല്ലേ? നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, നമ്മൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ല, പക്ഷേ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഒരു പവർ ആർക്ക് വരുന്നുണ്ട്? തഹസിൽദാറിന് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം ആ പോസ്റ്റൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നും അദ്ദേഹം എന്തൊക്കെ ജോലികളിൽ ഏർപ്പെടുന്നുണ്ടോ ആ ജോലികളിലെല്ലാം അദ്ദേഹത്തിനെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ എന്തുണ്ട്? നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോലിയിലേക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ചില സമയങ്ങളിൽ സമയം മറന്നുപോലും ഒരു വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാര്യം എന്താണ്? നമുക്കിപ്പോൾ ഒരു പ്രളയമോ ഉരുൾപൊട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ചെല്ലുക, സൈറ്റ് വിസിറ്റ് ചെയ്യുക, അവിടെ എങ്ങനെയാണ് സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതെല്ലാം പോയി കൃത്യമായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ്? അവിടെ ഫുൾ ടൈം നിന്ന് പലപ്പോഴും നമ്മുടെ പ്രളയമൊക്കെ വന്ന സമയത്ത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്മാരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള പല ജോലികളും ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും എന്താണ്? ആ ഒരു ജോലി ആസ്വദിക്കുന്നതാണ്. നിങ്ങൾ ചലഞ്ചസ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? എല്ലാ ദിവസവും ഓരോ ജോലികളാണ് വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണ്? ഇവിടെയും അതേ രീതിയിലാണ്, പക്ഷേ കുറച്ച് ചലഞ്ചസ് ഏറ്റെടുക്കുന്ന, നിങ്ങൾക്ക് ഒന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഊർജ്ജം, ഒരു ആർജവം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വന്നു ചേരാവുന്ന ഒരു പോസ്റ്റാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോസ്റ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്യാവശ്യം ഒരു 10ാം തര പരീക്ഷകൾക്ക് നല്ലൊരു സാലറി പാക്കേജും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നല്ല പ്രൊമോഷൻ സാധ്യതകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വ്യക്തമായി നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാറ്റം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, മാറ്റം ഞങ്ങൾ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പറഞ്ഞു, മാറ്റം ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്തു. ആ മാറ്റം സൃഷ്ടിച്ച സൂപ്പർ നോട്ട്സിനോടൊപ്പം ആവട്ടെ നിങ്ങളുടെ പഠനം. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS തുടങ്ങിയ വരാനിരിക്കുന്ന എല്ലാ 10ാം തര പിന്നെ പരീക്ഷകൾക്കുമുള്ളൊരു ബാച്ച് ഞങ്ങൾ സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 8281223366 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എത്രയും പെട്ടെന്ന് മാറ്റത്തിന്റെ ഭാഗമാവുക, സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടുക. ഓക്കെ, താങ്ക് യു ഓൾ.